യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. ഞാൻ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്. നിങ്ങൾ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യരല്ല, നിങ്ങൾ കേവലം മനുഷ്യന്മാരാണ്. ഞാൻ വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ്. വഹി അറിയിക്കപ്പെടുന്ന മനുഷ്യനാണ് എന്ന് പറയുമ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മുഴുവനും മനസ്സിലാവും, മണ്ടന്മാർക്ക് മനസ്സിലാവൂല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യരല്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ പറ്റി ഈ പത്രത്തിൽ ആ മനുഷ്യൻ എഴുതുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനം വിശ്വസിക്കുന്ന കക്ഷികൾ അവിടുത്തെ ശരീരത്തിനും ശരീരത്തിലെ ഭാഗങ്ങൾക്കും അതേ ബഹുമാനം വിശ്വസിക്കുന്ന കക്ഷികൾ ഇയാൾ പറയുന്നുണ്ട്, അതാ മടയത്തരം പകല് പോലെ പ്രകടനമാണ്. അങ്ങനെ മണ്ടന്മാര് മടയന്മാരാണ് റസൂലുള്ളാഹിന്റെ ബഹുമാനം വിശ്വസിക്കുന്നത് ഈ മൗലവി പറയുന്നുണ്ട്. എന്നാ മുസ്ലിമീങ്ങള് ആരാ മടയന്മാരാകുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവര് ചിന്തിച്ചോ. ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരട്ടെ. മോനെ, ഒരു പേരെന്താ? ഹുസൈൻ. അൽഹംദുലില്ലാഹ്, നല്ല പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളുടെ പേരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒന്ന് ചോദിക്കട്ടെ, ജിബ്രീലിനെ കണ്ടിനോ? ജിബ്രീൽ ഇതുവരെ കണ്ടില്ല. മീകായിലിനെ കണ്ടില്ല. ഇസ്രാഫീലിനെ, അസ്റായീലിനെയോ തീരെ കണ്ടില്ല. ഒറ്റ മലക്കിനെ ഇതുവരെ കണ്ടില്ല. എന്നാ ഇവിടെ ആരെങ്കിലും കണ്ടിനോ? ഇല്ല. കേരളത്തിലാരോ കണ്ടിനോ? ഇന്ത്യയിലാരോ കണ്ടിനോ? ലോകത്താരോ കണ്ടോ? ഇല്ല, ഇല്ല. കാരണം മലക്കിന്റെ രൂപത്തിൽ വന്നാൽ മനുഷ്യന് കാണാൻ കഴിയൂല. മലക്കിന്റെ രൂപത്തിൽ വന്ന ആ മലക്കിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയൂല. മലക്കുമായി ബന്ധപ്പെടാൻ കഴിയൂല. എന്റെയും നിങ്ങളെയും പ്രകൃതി അങ്ങനെയാണ്. എന്നാൽ അംബിയ മുർസലീങ്ങളെ പ്രകൃതി അങ്ങനെയല്ല. അവർക്ക് മലക്കിനെ കാണാനുള്ള കാഴ്ച, മലക്കിന്റെ ശബ്ദം കേൾക്കാനുള്ള കേൾവി, മലക്കുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതി. അതുകൊണ്ടല്ലേ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നു. മൂസാ നബിയുമായി സംസാരിച്ച് മൂസാദായി ജിബ്രീൽ അലൈഹി സ്വലാം പോകുന്നു. അതിന്റെ തൊട്ടടുത്തുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ഫിറഔന്. അതിന്റെ ഇപ്പുറത്തുണ്ട് വേറെ സാധാരണ മനുഷ്യൻ ആസിയ ബീവി. ഒരാളും അതാ ജിബ്രീലിനെ കാണുന്നില്ല. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. വഹീന്റെ ശബ്ദം എത്രയാ? ബുഖാരി മറിച്ചു നോക്കൂ. സൽസലത്തിൽ ജറസി, സൈറൻ മുഴങ്ങുന്ന പോലത്തെ ശബ്ദമാണ്, മണിയടിക്കുമ്പോഴത്തെ ശബ്ദമാണ്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. കാരണം അമ്പിയാക്കളെ പ്രകൃതി പോലെയുള്ള പ്രകൃതി അവർക്കാർക്കുമില്ല. നമ്മളത് അവിടെ കിടക്കട്ടെ, വലിയ വലിയ മഹാന്മാർക്ക് തന്നെ ഇല്ല. അപ്പൊ സുഹൃത്തേ, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരിക്ക് ശ്രദ്ധിക്കണം. ഏതെങ്കിലും പത്രത്തിൽ ലേഖനം എഴുതി നടന്നാൽ പോരാ, ഖുർആനും ഹദീസും പഠിക്കണം. ഖുർആനും ഹദീസും പഠിക്കണം. അത് പഠിക്കാതെ ദീന് പറയാൻ ഒരാൾക്കും ഇവിടെ അധികാരമില്ല. അതെ, അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരുന്നു. ആ ജിബ്രീലിനെ കാണാൻ സാധാരണ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. സാധാരണ മനുഷ്യന് ശബ്ദം കേൾക്കാൻ കഴിയില്ല. ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. പരിശുദ്ധ റമദാനിൽ പ്രത്യേകം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. കാരണം അത് ഖുർആനിന്റെ വാർഷിക മാസമാണ്. ഖുർആൻ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അതിന്റെ വാർഷിക മാസം ഈ ഒരു മാസം തന്നെ. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ജന്മമാസം ഒരു മാസം, അതാ സന്തോഷത്തിന്റെ മാസം തന്നെ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വെറുതെ അല്ലല്ലോ ഖുർആൻ ഫഅ്തബിറൂ യാ ഉലിൽ അബ്സാർ, നിങ്ങൾ ചിന്തിക്കുന്നവര് ചിന്തിച്ച് കാര്യം ഗ്രഹിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാരും ചിന്തിച്ചാ സത്യത്തിലെത്തൂല. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, വിവരമുള്ളവരെ ചിന്തിച്ചാ കാര്യം അവർക്കേ നേടാൻ കഴിയൂ, അവർക്കേ മനസ്സിലാക്കാൻ കഴിയൂ. അത് വേറെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനും കേൾക്കാനും പരസ്പരം ബന്ധപ്പെടാനും കഴിയുന്ന പ്രത്യേക പ്രകൃതിയുള്ളവരല്ലേ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ മുർസലീങ്ങൾ. അവര് കേവലം സാധാരണ മനുഷ്യനാണെന്നൊരു മനുഷ്യൻ പറഞ്ഞവൻ കാഫിറാണെന്ന് ഞാനൊരു മാസികയിൽ വായിച്ചിട്ടുണ്ട്. ആ മാസിക പുറത്തിറക്കുന്നത് കെ ഉമർ മൗലവിയാണ് കേട്ടോ. അതിന്റെ പേര് സെൽസബീൽ എന്നാണ് കേട്ടോ. ആ മാസിക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. അതേ, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞ വാചകം ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫിറാണെന്ന് ഉമർ മൗലവി സൽസബീലിൽ പറഞ്ഞിട്ടുണ്ട്. അതേ, ഉമർ മൗലവി പറഞ്ഞതിനൊക്കെ എതിർക്കുന്നവനല്ല ഞാൻ. ഉമർ മൗലവി പറഞ്ഞത് സത്യമാണെന്ന് ഞാനും ഇത് അംഗീകരിക്കുന്നു. കാരണം സത്യം ആര് പറഞ്ഞാലും സത്യമാണ്. നമ്മക്കാരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. അള്ളാന്റെ ദീന് പഠിച്ചത് തുറന്ന് പറയുക എന്നല്ലാതെ വിദ്വേഷം വെച്ച് ജീവിക്കുന്ന പരിപാടി അതേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കില്ല. കാരണം അവരുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത് എന്താണ്? 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ അനസേ? എന്നാ നീ അങ്ങനെ ജീവിച്ചോ. സുമ്മഖാലലി, പിന്നെ പ്രിയപ്പെട്ട നബി എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, വദാലിക മിൻ സുന്നത്തി, അതെന്റെ ചര്യയിൽ പെട്ടതാണ് മോനെ. ഒരാളോടും വിദ്വേഷം പാടില്ല, ഒരാളോടും വൈരാഗ്യം പാടില്ല, കല്ലെടുത്തെറിഞ്ഞവരോട് വിദ്വേഷം പാടില്ല, ചീത്ത പറഞ്ഞവരോട് വിദ്വേഷം പാടില്ല, ഗീബത്ത് പറഞ്ഞവരോട് വൈരാഗ്യം പാടില്ല, കുറ്റം പറഞ്ഞവനോട് വൈരാഗ്യം പാടില്ല. ഒരാളോടും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ മോനെ അതെന്റെ സുന്നത്താണ് മോനെ. വമൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. ഒരാളോടും വിദ്വേഷമില്ലാതെ ജീവിക്കുന്നവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരാളോടും വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, പകയില്ലാതെ ജീവിക്കുന്നവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. ആ സ്വർഗത്തിൽ കടക്കാൻ വിദ്വേഷങ്ങൾ മനസ്സിൽ നിന്ന് കൈയൊഴിക്കണം. ആരെയും കുറ്റം പറയണ്ട, ചീത്ത പറയണ്ട, തെറി പറയണ്ട, ആരെയും ആക്രമിക്കണ്ട. എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് അങ്ങനെയെന്ന് പറയാൻ കാരണം അറിയാമല്ലോ, അത് അവിടുന്ന് തന്നെ പറഞ്ഞതല്ലേ. എന്തേ അവിടുത്തെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? അവിടുത്തെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? അതാ ഒരു പണ്ഡിതൻ വരുന്നു. പണ്ഡിതന്റെ പേരെന്താണ്? സെയ്ദ് ഇബ്നു സഅന എന്നാണ് ആ പണ്ഡിതന്റെ പേര്. സെയ്ദ് ഇബ്നു സഅന വരുന്നു. വന്നിട്ട് എന്താ ചെയ്യുന്നത്? നേരെ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാറ് പിടിക്കുന്നു, കോളറ പിടിക്കുന്നു, കുപ്പായം പിടിക്കുന്നു. കുപ്പായം പിടിച്ചിട്ട് എന്താ പറയുന്നത്? മുഹമ്മദേ, എടുക്കൂ, എനിക്ക് തരാനുള്ള വസ്തു എടുക്കൂ, ഇപ്പൊ എടുക്കൂ, എനിക്ക് തരാനുള്ളത്. എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. ഇത്രയും വിശാലമായ മനസ്ഥിതിയുള്ള, വിശാലമായ മനസ്സുള്ള ആ പ്രിയപ്പെട്ട നേതാവിന്റെ മാറ് പിടിച്ചിട്ട് എടുക്കൂ മുഹമ്മദേ, തരാനുള്ളത് എടുക്കൂ എന്ന് പറയുമ്പോ എല്ലാവരും അമ്പരന്ന് ഇങ്ങനെ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. പറയാണ് ഈ പണ്ഡിതൻ, ഏതാ പണ്ഡിതൻ? യഹൂദി മതത്തിലെ പണ്ഡിതനാണ്. എടുക്ക് മുഹമ്മദേ, തരാനുള്ളത്. നിങ്ങള് അബ്ദുൽ മുത്തലിബിന്റെ മക്കളാ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളാ, പണ്ട് തന്നെ മതനും ഭാഗ്യ കൊടുക്കാതെ സ്വീപ്പാക്കുന്ന കക്ഷികളാ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറും പിടിച്ചിട്ട് തോന്നിവാസമാ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ തറവാട്ടിനെയാ ചോദ്യം ചെയ്തത്. വാങ്ങിയാ കൊടുക്കാത്തവരാന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സദുദ്ദേശത്തോടെ ചോദിക്കുന്നു. എന്താ ചോദ്യം എന്നറിയോ നബിയെ? അതേ ചോദിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല ചോദ്യം, അവിടുന്ന് വിളിക്കാണ് സെയ്ദ് ഇബ്നു സഅന എന്ന പണ്ഡിതനെ വിളിക്കാണ്. സെയ്ദേ, എന്റെ കയ്യിലുള്ള ഈ വാളുണ്ടല്ലോ, ആ വാള് കൊണ്ട് നിന്നെ ഞാൻ വെട്ടി നുറുക്കിക്കളിയും, ആ വാള് കൊണ്ട് നിന്നെ ഞാൻ വെട്ടി നുറുക്കിക്കളിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ തോന്നിവാസം പറഞ്ഞിട്ട് അവിടുത്തെ മാറ് പിടിച്ചിട്ട് നീ അക്രമപരമായി, പ്രകോപനപരമായി സംസാരിച്ചു അല്ലേ? സുബ്ഹാനല്ലാഹ്. അത് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഉമറേ, എന്തിനാ നീ അങ്ങനെ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ വെട്ടിക്കളിയൂന്ന് പറയുന്നത്? അങ്ങനല്ലല്ലോ വേണ്ടത്. നിനക്ക് ഉമറേ, ആ സെയ്ദിനും എനിക്കും ഹൈറായ കാര്യം നിനക്ക് പറഞ്ഞുകൂടെ? എന്താണ്? ഞാൻ പറഞ്ഞു തരാ. നീ എന്നോട് പറയാ, അമറനീ ബിഹുസ്നിൽ ഖദാ, നീ എന്നോട് പറയാ മുഹമ്മദ് നബി തങ്ങളെ, സംഗതി നമ്മൾ എന്തോന്ന് കൊടുക്കാനുണ്ടല്ലോ. ഇവൻ വന്ന് മാറി പിടിച്ചത് അവധിയാകുന്നതിന്റെ 2 ദിവസം മുമ്പാണ്. കൊടുക്കാനുള്ള ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക, അത് കൊടുക്കേണ്ട ഡേറ്റിന് ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോഴാണ് ഇവൻ വന്ന് മാറി പിടിച്ചത്. അതുകൊണ്ട് നബിയെ, അവൻ ചെയ്തത് ശരിയല്ല. എന്തായാലും നമ്മൾ കൊടുക്കാനുണ്ടല്ലോ, അതിപ്പൊ തന്നെ നമുക്ക് നല്ല നിലക്കങ്ങ് കൊടുത്തുകൂടെ എന്ന് എന്നോട് ചോദിക്കുക. അദ്ദേഹത്തോട് ഉമറേ നിങ്ങൾ പറയുക, ഓ സെയ്ദേ, ഒരു കാര്യം ഒരാൾ തരാനുണ്ടെങ്കിൽ തന്നെ, അവധി എത്തിയാൽ തന്നെ ചോദിക്കുന്നതിനൊരു മര്യാദയില്ലേ? ഇങ്ങനെയാണോ ഒരു മഹൽ വ്യക്തിയോട് ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെയും ഉപദേശിക്കുക. ഇതല്ലേ ഉമറേ വേണ്ടത്? നീ എന്തിനാണ് വാളെടുത്ത് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമർ ഒരു കാര്യം ചെയ്യൂ. ഉമർ എന്താ വേണ്ടത്? ഉമർ സെയ്ദിനെയും കൂട്ടിയിട്ട് അതാ ഖജനാവിന്റെ സമീപത്തേക്ക് പോകൂ. അയാൾക്ക് കൊടുക്കാനുള്ള ഈത്തപ്പഴം മുഴുവനും നിങ്ങൾ അവിടുന്ന് അളന്ന് കൊടുക്കൂ. അതിന്റെ പുറമെ വസിദുഹു 20 സാ, അഥവാ 70 ലിറ്ററോളം 70 ലിറ്ററോളം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക സെയ്ദിന് കൂടുതൽ കൊടുക്കൂ ഉമറേ. എന്തിനാ കൂടുതൽ കൊടുക്കുന്നത്? കൂടുതൽ കൊടുക്കുന്നത് അദ്ദേഹത്തെ നീ വാട് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സംസ്കാരമല്ല അത്, നമ്മളെ സ്വഭാവമല്ല അത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്റെ മുമ്പിൽ വെച്ച് നീ വാട് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ വകയിൽ 20 സാ കൂടുതൽ കൊടുക്കൂ ഉമറേ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ ഇത്രത്തോളം എത്തിയത്. അവിടെ അത്ര വിട്ടുവീഴ്ചയൊന്നും പറ്റൂല എന്നാണോ? അങ്ങനത്തെ തീവ്രവാദി അല്ലല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ്, ഭീകരവാദി അല്ലല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ്. അതേ, നേതാക്കളെയും പണ്ഡിതന്മാരെയും അനുസരിക്കാതെ തീവ്രവാദം നടത്തുന്നവരല്ലല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേതൃത്വത്തെ അംഗീകരിക്കുന്നതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പെന്ന് മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് തലകുനിക്കുന്നു. അതാ സെയ്ദ് ഇബ്നു സഅനെയും കൂട്ടിപ്പോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഈത്തപ്പഴം മുഴുവനും അളന്നു കൊടുത്തതിന്റെ പുറമെ 70 ലിറ്ററോളം കൂടുതൽ കൊടുക്കുന്നു. മുഴുവനും കിട്ടിയപ്പോ സെയ്ദ് ഇബ്നു സഅനയുടെ മറുപടി, ഉമറേ, സെയ്ദ് ഇബ്നു സഅന പറയാണ്, ഉമറേ, ഈ പാവപ്പെട്ട ഞാനൊരു കടുത്ത അക്രമം ചെയ്തു അല്ലേ, അനീതി ചെയ്തു അല്ലേ, തോന്നിവാസം ചെയ്തു അല്ലേ, ഞാൻ പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയിൽ പ്രവർത്തിച്ചു അല്ലേ? അതെ അതെ, എന്നാ ഞാനങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാനങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഞാൻ തൗറാത്ത് പഠിച്ച പണ്ഡിതനാണ്. ആ തൗറാത്തിൽ അവസാനത്തെ നബിക്കുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം മുഹമ്മദിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്നു. അതെ, അവിടുത്തെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്നു, ഇന്ന ബൈസൽ അന്ത സാകിനു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس بالحجج صلي رب العالمين على അതെ, ആ മുഖം ഒരു സാധാരണ മുഖമല്ലല്ലോ. സൂര്യൻ ഇങ്ങനെ മുഖത്തുകൂടി കറങ്ങുന്നുവെന്ന് തോന്നുന്ന ആ പ്രശോഭിതമായ മുഖം, ആ മുഖം കാണുമ്പോൾ തന്നെ തൗറാത്തിലുള്ള മുഴുവൻ ലക്ഷണങ്ങളും ഉണ്ടല്ലോ. പക്ഷേ 2 ലക്ഷണം കാണുന്നില്ല. 2 ലക്ഷണം മുഖത്ത് കാണുന്നില്ല. കാരണം അത് മുഖത്ത് കാണുന്ന ലക്ഷണമല്ല, അത് സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ലക്ഷണമാണ്. എന്താ തൗറാത്തിൽ പറഞ്ഞ ലക്ഷണം? അതേ, യസ്ബിഖു ഹിൽമുഹു വളബ വലാ യസീദുഹു ജഹ്ലുൽ ജാഹിലീന ഇല്ലാ ഹിൽമാ. ആ
അവസാനം വരുന്ന നബി, ആ നബിയുടെ പ്രത്യേകതയാണ്, ആ നബിയുടെ സഹനം കോപത്തെ മറികടക്കും. സഹനം കോപത്തെ മറികടക്കും. കോപിക്കേണ്ടുന്ന ദേഷ്യം പിടിക്കേണ്ട കാര്യം ചെയ്താൽ ദേഷ്യം പിടിക്കൂല, സഹനം കൊണ്ടതിനെ നേരിടും. അങ്ങനെ സഹനം കോപത്തെ മറികടക്കും. പിന്നെയോ വലാ യസീദുഹു ജഹ്ലുൽ ജാഹിലീന ഇല്ലാ ഹിൽമാ, വിവരമില്ലാത്തവരുടെ വിവരക്കേട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദാ സഹനത്തെ അല്ലാതെ വർദ്ധിപ്പിക്കൂല. വിവരം കെട്ടവൻ വിവരക്കേട് പറഞ്ഞാൽ, വിവരം കണ്ടവൻ വിവരക്കേട് എഴുതിയാൽ, വിവരം കെട്ടവൻ വിവരക്കേട് പ്രവർത്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനം വർദ്ധിക്കും. അപ്പോഴും അതാ അവിടെ അക്രമം നടത്തൂല, അപ്പോഴും വെട്ടിനിരത്തൂല. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ആ സ്വഭാവമാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുന്നത്. അനസേ, ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ജീവിച്ചോ, എന്റെ സുന്നത്താണ് അനസേ. പിന്നെ പറഞ്ഞത് എന്താണ്? ഏതായാലും തൗറാത്ത് പരിചയപ്പെടുത്തിയ നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ധിക്കാരപരമായി പ്രവർത്തിച്ചു. ആ പ്രവൃത്തി ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇത് തന്നെയാണ് തൗറാത്ത് പരിചയപ്പെടുത്തിയ നബി. അതുകൊണ്ട് ഉമറേ കേട്ടോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാനും നിങ്ങളെ കൂടെ ആ നേതാവിന്റെ അനുയായിയാണ് കേട്ടോ. ഇസ്ലാം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടല്ല, തോക്ക് കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, വർഗീയത കൊണ്ടല്ല. ഇസ്ലാം പ്രചരിപ്പിച്ചത് മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് മുഹമ്മദ് നബിയെ തങ്ങൾ. ആ സ്വഭാവത്തിലൂടെയാണ് അതേ കഠിന ശത്രുക്കളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്. അത് തന്നെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. ഇത് അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ നദീം. ചെറുപ്പക്കാരെ, ഖുർആനാണ് എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം നടത്തേണ്ടത്, എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത്. ഖുർആൻ പറയുന്നു, ഇത് ഫഅലില്ലതീ അഹ്സൻ, നന്മ കൊണ്ട് നിങ്ങൾ തിന്മയെ നേരിടുക. ഒരാൾ തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിക്കുക. ഇത് ഫഅലില്ലതീ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, നിങ്ങൾക്കതിൽ ശത്രുതയുള്ള കഠിന ശത്രുക്കളില്ലേ, നിങ്ങളെ ചീത്ത പറയുന്നവരില്ലേ, നിങ്ങളെ നേതാക്കളെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ, നിങ്ങളെ നേതാക്കളെ തെറി പറയുന്നവരില്ലേ, നിങ്ങളെ നേതാക്കൾക്കെതിരെ ലഘുലേഖിറക്കുന്നവരില്ലേ, പുസ്തകമിറക്കുന്നവരില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ, അത്തരത്തിലുള്ള വിവരം കെട്ടവർ വിവരക്കേട് ചെയ്യുമ്പോ നിങ്ങൾ അതുപോലെ തിരിച്ച് വിവരക്കേടല്ല ചെയ്യേണ്ടത്. ഇത് ഫഅലില്ലതീ അഹ്സൻ, നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണേ. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാൽ നിങ്ങളെ കഠിന ശത്രുക്കളായ ആളുകൾ അതേ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങളുടെ ഉച്ചമിത്രങ്ങളായി മാറുന്നത് കാണാം, നിങ്ങളുടെ ശത്രുക്കൾ നന്നാകുന്നത് കാണാം. പക്ഷേ അത് എല്ലാവർക്കും കഴിയൂല. ആ സ്വഭാവം പാലിക്കണമെങ്കിൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. അങ്ങേയറ്റത്തെ ക്ഷമയുള്ള, അങ്ങേയറ്റത്തെ ഭാഗ്യമുള്ള പടച്ചവൻ ഭാഗ്യം കൊടുത്തവർക്കല്ലാതെ ഈ സമീപനത്തിന് സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ SYSന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. കുട്ടിക്കാലം മുതലേ SSFൽ പ്രവർത്തിച്ച് വന്നവനാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ സംഘടനകൾ ലോകത്തോട് പറയുന്ന ആശയമാണ് പറഞ്ഞത്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോടുള്ള ഉപദേശമാ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ അക്രമകാരികളോ വർഗീയവാദികളോ ആകാതെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച ആശയം മുറുകെ പിടിച്ചുകൊണ്ട്, ഭാഗ്യവാന്മാരുടെ സ്വഭാവം മുറുകെ പിടിച്ചുകൊണ്ട്, തിന്മകളെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താക്കളാകണേ മുസ്ലിമീങ്ങളെ. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അവിടുത്തെ സ്വഭാവം കേൾക്കണോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ വരുന്നു. തുല്യതയില്ലാത്ത നേതാവ്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസീനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി തമസ്സഅത്ഹു النصارى في نبيهم وكن بمسيط مدحا فيه واستكيمي. ചൊല്ലിക്കൊരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ കാരുണ്യം കണ്ടോ, അവിടുത്തെ നയം കണ്ടോ, സ്വഭാവം കണ്ടോ? മറിക്കൂ സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരി മറിച്ചാൽ നിങ്ങൾക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുന്നു. ആര്? യൂതന്മാര്, യഹൂദികൾ. എന്തിനാ ക്ഷണിച്ചത്? ആ നേതാവിനെ കുറിച്ച് ലോകം പഠിക്കട്ടെ. നബിദിനാഘോഷ പരിപാടികൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കട്ടെ, സർവ്വ മഹല്ലുകളിലും നടക്കട്ടെ. ആ നബിയുടെ ബഹുമാനം ലോകം പഠിക്കട്ടെ. അവിടുത്തെ വർഗീയത പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുത്തെ തീവ്രവാദം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. കണ്ടോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുന്നു. ആര്? യഹൂദികൾ. ഇതിനാ ക്ഷണിച്ചത്? ഭക്ഷണം സൽക്കരിക്കാനാണ്. ഭക്ഷണം സൽക്കരിക്കാനാണ്. അവിടുന്ന് ക്ഷണം സ്വീകരിക്കുന്നു. അവിടെ ഭക്ഷണത്തിന് വേണ്ടി പോകുന്നു, ക്ഷണം സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന നബിയെ കൊണ്ടുപോയി സൽക്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച്, ഓ മുഅ്മിനീങ്ങളെ, ബറക്കത്തിന് വേണ്ടി ഞാനൊരൽപ്പം വായിച്ച് കൽപ്പിക്കട്ടെ. അവിടുന്ന് അതാ ക്ഷണിച്ചാൽ സ്വീകരിക്കുന്ന നേതാവാണ്. അത് പണക്കാര് ക്ഷണിച്ചാൽ പോവും, സാധുക്കൾ ക്ഷണിച്ചാൽ പോകൂല. അങ്ങനെയല്ല, സാധുക്കൾ ക്ഷണിച്ചാലും പോകും, പണക്കാര് ക്ഷണിച്ചാലും പോകും. അത് ആര് ക്ഷണിച്ചാലും പോകും. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. പോരാ, അവിടുത്തെ സ്വഭാവം സാധുക്കൾക്ക് രോഗമായാലും കാണാൻ പോകും, പണക്കാർക്ക് രോഗമായാലും കാണാൻ പോകും. പണക്കാര് മരിച്ചാലും പോകും, സാധാരണക്കാര് മരിച്ചാലും പോകും. അവിടുത്തെ സ്വഭാവം എന്താണ്? അതെ, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചാൽ സ്വീകരിക്കും. ഹദിയ, റസൂലുള്ളാഹിക്ക് ഹദിയ കൊടുത്താൽ സ്വീകരിക്കും. ആദരിച്ച് ബഹുമാനിച്ച് വല്ലതും കൊടുത്താൽ സ്വീകരിക്കും. ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം എന്താണ്? അവിടുത്തെ സ്വഭാവം ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ മുസ്ലിമായതിനു ശേഷം ഒരിക്കലും കാണാൻ പോയിട്ട് എന്നെ കയറ്റാതിരുന്നിട്ടില്ല. കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ശിഷ്യന്മാരോട് അവിടുന്ന് തമാശ പറയും, ശിഷ്യന്മാരെ കൂടെ ഇരിക്കും, അവരോട് സംസാരിക്കും, കുട്ടികളുടെ കൂടെ കളിക്കും, അവരെ മടിയിൽ ഇരുത്തും. ആര് വിളിച്ചാലും സാധുക്കളെ വിളിച്ചാലും പണക്കാര് വിളിച്ചാലും പോകും. രോഗികളെ രോഗം സന്ദർശിക്കും. അത് എത്ര ദൂരെയാണെങ്കിലും പോയി സന്ദർശിക്കും. ഒരാളൊരു കാര്യം തെറ്റ് ചെയ്തു പോയിട്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് മാപ്പ് കൊടുക്കും. പിന്നെയോ അവിടത്തോട് കൂടെ ഒരാളെ കണ്ടാൽ നബിതങ്ങൾ അങ്ങോട്ട് പോയിട്ട് കൈ കൊടുക്കും. കൈ പിന്നെ വലിക്കലെപ്പോഴാണ്? ഒരാൾ ഇങ്ങോട്ട് കൈ തന്നാൽ അയാൾ അദ്ദേഹത്തിന്റെ കൈ വിടുന്നത് വരെ അവിടുന്ന് കൈവലിക്കൂല. സംസാരിക്കാനിരുന്നാൽ സംസാരിക്കുന്നതിനിടയിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകൂല. പോകണമെങ്കിൽ തിരക്കുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് പോകാനുണ്ടെന്ന് അറിയിച്ചിട്ട് അദ്ദേഹം സംസാരം നിർത്തിയാലല്ലാതെ പോകൂല. എന്തിനധികം പറയണം? ഇമാമിങ്ങൾ കിതാബിൽ പറയുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി സലാം പറയും, അങ്ങോട്ട് പോയി കൈപിടിക്കും. ഒരിക്കലും അനുയായികളിലേക്ക് കാല് നീട്ടൂല. സുബ്ഹാനല്ലാഹ്, ഞാൻ അറബിയിലുള്ള വാചകങ്ങൾ വായിച്ച് കൽപ്പിച്ച ആ സമയം പോയി പോകും. അതുകൊണ്ട് ചുരുക്കാണ്, ഏത് അനുയായികളെയും വിളിക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ഒരു പേരും ഒരാളെയും വിളിക്കൂല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കരിക്കുമ്പോ അധികം നീട്ടി നിസ്കരിക്കൂല.
കാരണം ബേക്കിൽ നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ പോകേണ്ടവരുണ്ടാകും, തൊഴിലാളികളുണ്ടാകും, ഊരവേദനയുള്ളവരുണ്ടാകും, അങ്ങനത്തെ പലരും ഉണ്ടാകും. അതുകൊണ്ട് ഇമാമായി ഇന്ന് നിസ്കരിക്കുമ്പോൾ വളരെ ചുരുക്കിയേ നിസ്കരിക്കൂ, കൂടുതൽ നീട്ടി നിസ്കരിക്കൂല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ ഒറ്റക്കുള്ള സുന്നത്ത് നിസ്കാരമാകുമ്പോ ഓരോ 100 ആയത്ത് 100 തസ്ബീഹൊക്കെ കൊണ്ടുവന്ന് നിസ്കരിക്കും. പക്ഷേ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരാളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാൽ അവിടെ വെച്ച് നിസ്കാരം വളരെ പെട്ടെന്ന് തീർക്കും. എന്നിട്ട് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം വീണ്ടും നിസ്കാരത്തിലേക്ക് കടക്കും. ഒരാൾക്കും ഒരു പ്രയാസവും വരുത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കരിച്ചിറങ്ങുമ്പോ വകാന ഖദമുൽ മദീനത്തി, മദീനത്തെ തൊഴിലാളികളും പാവപ്പെട്ടവരുമൊക്കെ കോപ്പയും കൊണ്ടുവരും. എന്തിനാ കോപ്പാന്നറിയോ? ആ കോപ്പയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈമുക്കിയിട്ട് ബറക്കത്തിടാൻ വേണ്ടി വെള്ളവും കോപ്പയും കൊണ്ടുവരും. റുബ്ബമാ കാന ഫീ കാന ദാലിക ഫിൽ ഗദാത്തിൽ ബാരിദ, അത് അങ്ങേയറ്റം തണുപ്പുള്ള രാവിലെയും കൊണ്ടുവരും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ കയ്യതിൽ മുക്കിക്കൊടുക്കും. യുരീദുന ബിഹി തബറുക, ബറക്കത്ത് ഉദ്ദേശിച്ചാണ് അവർ വരുന്നത്. അതിന് ബറക്കത്തിന് വേണ്ടി കൈമുക്കിക്കൊടുക്കും. അങ്ങനെ അവിടുത്തെ കൈമുക്കിയ വെള്ളം അവര് ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കും. തണുപ്പുള്ള സമയത്തും വെള്ളവും കൊണ്ടുവന്നവർ തിരിച്ചേക്കൂല. അങ്ങനെയുള്ള സ്വഭാവമുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് യഹൂദികൾ സൽക്കരിക്കാൻ വിളിച്ചപ്പോ പോയി. കാരണം എന്തിനാ ജൂതന്മാരെ സൽക്കാരത്തിന് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തലവനാണ്, മദീനത്തെ ഭരണാധികാരിയാണ്, ഖൈബർ അടക്കം അല്ലാഹുവിന്റെ റസൂലിന്റെ കീഴിലാണ്. അപ്പൊ ഖൈബറിലുള്ള യഹൂദികളാണെങ്കിലും ശരി, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കീഴിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന പൗരന്മാരാണ്. ആ പൗരന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാഷ്ട്രത്തിലെ പൗരനായ യഹൂദി ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ചു. അവിടെ പോയപ്പോൾ അതാ യഹൂദികൾ ഭക്ഷണം കൊണ്ടുകൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ചോദ്യം, യഹൂദികളെ നിങ്ങൾ സത്യം പറയുമോ? യഹൂദികൾ പറയും മുഹമ്മദേ സത്യം പറയും. ഇയാളെ വാപ്പാരാ പറ, ബുഖാരിയിലെ ഹദീസാ. ഇയാളെ വാപ്പാരാ? അവരൊരു പേര് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവാ പറഞ്ഞത്, അയാളെ വാപ്പ അയാളല്ല, അയാളെ വാപ്പാന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അച്ഛന്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തുക്കളെ, അവിടുന്ന് മറഞ്ഞ കാര്യം അറിയൂല എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇപ്പോഴും ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. എങ്ങനെയാണ് ഒരാളെ ബാപ്പന്റെ പേര് പറഞ്ഞു കൊടുക്കുക? ആ യഹൂദിയുടെ ബാപ്പന്റെ പേരാ പറഞ്ഞു കൊടുത്തത്. ഒരിക്കലും തന്റെ ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ബന്ധപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി അവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പക്ഷേ അല്ലമക മാലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അസീമാ. തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാത്തതൊക്കെയും ആവശ്യമുള്ളത് പടച്ചവൻ പഠിപ്പിച്ചു തന്നുവെന്ന് ഖുർആൻ പറഞ്ഞതാണ്. പിന്നെ റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അറിയൂല എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ നിഷേധിയാണ് കേട്ടോ. നിന്റെ ബാപ്പ ഇന്നാളാണ് ഇത് പറഞ്ഞു കൊടുത്തു. അപ്പോ ചോദിച്ചു, ഇനി നിങ്ങൾ എന്നോട് നേര് പറയോ? ആ പറയുമ്പോ നേര് പറയും. നേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ബോധ്യപ്പെട്ടില്ലേ? എന്നാ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? അതാ വിഷം ചേർത്ത സ്ത്രീ പറയാണ്, ഉണ്ട് ഉണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. നബി തങ്ങളെ ചോദ്യം, എന്തിനാ ചേർത്തത്? അത് മുഹമ്മദേ, അത് നിങ്ങളൊന്ന് പരിശോധിച്ചു. നബി ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? നബി അല്ലെങ്കിലോ? നിങ്ങളെ കഥ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമുക്ക് എന്ത് തോന്നിയാ ചെയ്തൂടെ? നിങ്ങളിപ്പോഴുള്ളതുകൊണ്ട് കള്ളുടിക്കാൻ കഴിയുന്നില്ല, വ്യഭിചരിക്കാൻ കഴിയുന്നില്ല, കക്കാൻ കഴിയുന്നില്ല, എന്തൊക്കെ പ്രശ്നമാണ്? എന്ന് തോന്നിയാസം ജീവിച്ചൂടെ? അതുകൊണ്ട് നിങ്ങൾ നബിയാണോ എന്ന് പരിശോധിക്കാനാണ്. അത് തൽക്കാലം തടിയെടുക്കാൻ പറഞ്ഞ മറുപടിയാ. കാരണം അങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവരൊരു ഇസ്ലാമിൽ വരട്ടെ. അവരിന്നിട്ട് ഇസ്ലാമിൽ വന്നില്ലല്ലോ. ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഇല്ലായ്മ ചെയ്യാൻ, കൊല്ലാൻ വിഷം ചേർത്തത് എത്ര വലിയ ചതിയാണ്. ആദരവ് പ്രകടിപ്പിച്ച് ഭക്ഷണത്തിന് സൽക്കരിച്ച് ആ ഭക്ഷണത്തിനല്ലേ വിഷം ചേർത്ത് കൊടുത്തത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബികളിൽ ഒരാളുടെ ചോദ്യം, അതേ ചോദ്യം ഈമാനിന്റെ പേരിലാണ്. നബിയേ
തങ്ങളുടെ ശരീരം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തങ്ങളെ സൽക്കാരത്തിന് ക്ഷണിച്ചിട്ട് ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉപദേശിച്ചൊരു തലയുണ്ടല്ലോ ആ പെണ്ണിന്, ആ തല ഞാനെങ്കിൽ വെട്ടിക്കളയട്ടെ നബിയെ. തങ്ങളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞ തല, ആ തല ഞാനെങ്കിൽ വെട്ടിക്കളയട്ടെ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി സഹീഹുൽ ബുഖാരിയാണ്, ലാ വെട്ടണ്ട, അവളെ തല നീ വെട്ടണ്ട. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ഉപദേശിച്ച തല വെട്ടണ്ടേ? വെട്ടണ്ട എന്നാണ് അവിടുന്ന് പറയുന്നത്. ബുഖാരിയിലെ ഹദീസാണ്. എന്തേ കാരണം? വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന ഒരു രാഷ്ട്രത്തിൽ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ അതിന്റെ പേര് ജിഹാദ് എന്നല്ല, ഫസാദ് എന്നാണ്. ഫസാദ് ഉണ്ടാക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല. ഫസാദ് ഉണ്ടാക്കുന്നവന് സ്വർഗം വെച്ചിട്ടില്ല. നാട്ടിൽ നാശമുണ്ടാക്കലാണിത്. കാരണം അങ്ങനെ ഓരോരുത്തരും വെട്ടാൻ തുടങ്ങിയാൽ പിന്നെ വെട്ടുണ്ടോ? തീരുന്നു. അതുകൊണ്ട് ഒരു രാജ്യത്ത് നിയമമുണ്ടാകുമ്പോ, ഭരണമുണ്ടാകുമ്പോ ആ ഭരണത്തിന്റെ മുമ്പിൽ കേസ് ഫയൽ ചെയ്ത്, അതേ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത്, കോടതി വിചാരണ ചെയ്ത്, ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിച്ചിട്ടല്ലാതെ ഒരാളെയും ശിക്ഷിക്കാൻ പാടില്ല. അല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ, കമ്മിറ്റികൾ നിയമം കയ്യിലെടുത്താൽ പിന്നെ രാജ്യത്ത് ഫസാദാണ്, നാശമാണ്. ഇതുകൊണ്ടാ സുഹൃത്തുക്കളെ, ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, ബാബു അൽ ഇമാമു ജുന്നത്തുൻ യുഖാതിലു മിൻ വറാഇഹി. ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ ജിഹാദില്ല, യുദ്ധമില്ല. യുദ്ധമെന്ന ജിഹാദില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണാധികാരിയാണ്. ഭരണം നടക്കുന്ന രാജ്യത്ത്, വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഫസാദാണ്, പാടില്ല. അത് പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വെട്ടാൻ പാടില്ല. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത് കൊടുത്ത പെണ്ണിന്റെ തലവെട്ടാൻ സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുത്തില്ല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് കേട്ടോ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചത് ഏറ്റവും ശാസ്ത്രീയമായ മതമാണ്, ഏറ്റവും ബുദ്ധിപരമായ വ്യവസ്ഥിതിയാണ്. ആ നിലക്ക് അതേ നിങ്ങൾക്കറിയാമല്ലോ, ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമികൾക്ക് അറിയില്ലേ, നിസ്കരിക്കാത്തവന്റെ തലവെട്ടണമെന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്, കട്ടവന്റെ കൈ മുറിക്കണമെന്നുണ്ട്, ചില വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണമെന്നുണ്ട്. മുതഅല്ലിമികളെ ഫത്ഹുൽ മുഈൻ ഓതിയിട്ട് നിങ്ങളൊക്കെ നാടത്തായ ക്ലാസ് എടുക്കാൻ നടക്കരുത് കേട്ടോ. നിസ്കരിക്കാത്തവന്റെ തലയൊക്കെ നാലാള് കമ്മിറ്റി ഉണ്ടാക്കി വെട്ടണമെന്ന് പറയരുത്. കട്ടവന്റെ കൈ മുറിക്കണമെന്ന് നിങ്ങൾ പറയരുത്. വ്യഭിചാരിയെ കൊല്ലണമെന്ന് പറയരുത്. അതൊക്കെ ഇസ്ലാമിക ഭരണാധികാരികൾ അതിന്റെ വ്യവസ്ഥാപിതമായ നിലയ്ക്ക് വിചാരണ ചെയ്ത് തെളിഞ്ഞതിന് ശേഷം നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളാണ്. വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് പലരും അതാ അവരുടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി, പത്രം നടത്താൻ വേണ്ടി, സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി, മൈക്കിന് വാടോർക്കാൻ വേണ്ടി, ചിലര് പലിശക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി വരെ സക്കാത്ത് പിരിച്ചെടുക്കുന്നതിലെ കമ്മിറ്റിക്കാരുണ്ട്. പാടില്ല മുസ്ലിമീങ്ങളെ. അതിലൊക്കെയും കർമ്മശാസ്ത്രപരമായ നിയമങ്ങളുണ്ട്. ആ നിയമം പാലിക്കാതെ അത്തരം സാമ്പത്തിക രംഗമോ ക്രിമിനൽ നിയമമോ കയ്യിലെടുക്കാൻ പാടില്ല. അതൊക്കെ വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത പെണ്ണിന്റെ തലവെട്ടാൻ സമ്മതം കൊടുത്തില്ല. അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയോ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഒന്ന് രണ്ട് കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിലക്കും സാധാരണക്കാരനല്ല. എനിക്ക് കേട്ടോ, അവിടുത്തെ കണ്ണ് കാഴ്ച സാധാരണയല്ല, കേൾവി സാധാരണയല്ല, അവിടുത്തെ പ്രകൃതി സാധാരണയല്ല, അവിടുത്തെ ഭക്ഷണം കഴിക്കൽ പോലും സാധാരണയല്ല. അതല്ലേ ബുഖാരിയിലെ ഹദീസ്, യുത്ഇമുനി റബ്ബി വയസ്ഖീൻ
യുഅ്തീനി. എനിക്ക് അല്ലാഹു തആല അഭൗതികമായി ഭക്ഷണം തരുന്നുണ്ട്, അഭൗതികമായി വെള്ളം തരുന്നുണ്ട്. അതുകൊണ്ട് നോമ്പെടുത്ത ഞാൻ നോമ്പ് മുറിക്കാതെ എന്റെ നോമ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകും. നിങ്ങൾക്കത് പാടില്ല കേട്ടോ. നിങ്ങൾ നോമ്പെടുത്ത മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് മുറിച്ചോളണം, അതിനപ്പുറം കൊണ്ടുപോകാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാൻ ഒരേ നോമ്പ് ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകും. അത് എനിക്ക് അനുവദനീയമാണ്. കാരണം എനിക്ക് നിങ്ങളറിയാതെ റബ്ബ് ഭക്ഷണം തരുന്നുണ്ട്, നിങ്ങൾ കാണാതെ വെള്ളം തരുന്നുണ്ട്. എനിക്ക് കേട്ടോ മുസ്ലിമീങ്ങളെ, അതാ ബോട്ടലും കൊണ്ടുവരുന്നു. ആരാ ബോട്ടലും കൊണ്ടുവരുന്നത്? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ, സഹാബത്തിൽപ്പെട്ട ധൈര്യമുള്ള പെണ്ണാണ്. ആ പെണ്ണ് ബോട്ടലും കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുപ്പിയിലാക്കി ശേഖരിക്കുന്നു. വിയർപ്പ് കുപ്പിയിലാക്കി ശേഖരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എന്റെ ഉമ്മു സുലൈമേ നീ ചെയ്യുന്നത്? നബിയെ, തങ്ങളെ വിയർപ്പ് കുപ്പിയിലാക്കുകയാണ്. എന്തിനാ ഉമ്മു സുലൈമേ? മറുപടി, അസ്യബു തീബി യാ റസൂലല്ലാഹ്, ലോകത്ത് എന്തെല്ലാം അത്തറുണ്ടോ, എന്തെല്ലാം സുഗന്ധമുണ്ടോ, അതിലേറ്റവും നല്ല സുഗന്ധമുള്ളത് അങ്ങയുടെ വിയർപ്പാണ് നബിയേ. നർജു ബറക്കത്ത് ആ വിയർപ്പിന്റെ ബറക്കത്ത് ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ. മോനെ പറഞ്ഞു മനസ്സിലായോ? എന്താ കുപ്പിയിലാക്കിയ? ആരെ വിയർപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയർപ്പ്. ഈ പത്രത്തിൽ എഴുതിയ ആള് പറയുന്നത് ബോഡി വേസ്റ്റ് എന്നാണ്. ബുഖാരിയിലെ ഹദീസാ ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിയർപ്പ് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം. അത് കൊണ്ടുപോവുകയാണ് സഹാബത്ത് കുപ്പിയിലാക്കിയിട്ട്. പറയുന്ന കസ്തൂരിയിൽ ഇത് ചേർത്താൽ കസ്തൂരിയുടെ മണം ഒന്നും കൂടി നന്നാകും നബിയെ, ഇതിന് ബറക്കത്ത് കിട്ടും നബിയെ. നബി തങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിന് അംഗീകാരം കൊടുത്തു എന്ന് മാത്രമല്ല, ഇനിയും കേട്ടോ മുസ്ലിമേ, അതാ ഖൈബറിന്റെ ദിവസം അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടി കൊടുക്കണം റസൂലുള്ളാഹിക്ക്. അതേ അലി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അതേ കൊണ്ടുവന്ന് നോക്കുമ്പോ കണ്ണ് രണ്ടും ചുകന്നിട്ട് ചെങ്ങണ്ട് രോഗമാണ്. അവിടുത്തെ ഉമിനീരെടുത്ത് അല്പം തൊട്ട് പുരട്ടി കൊടുക്കുന്നു. ചെങ്ങണ്ട് രോഗം മാറിപ്പോയി. കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള ഉമിനീര്, ആ ഉമിനീര് കൊണ്ട് രോഗം മാറിപ്പോയി. പോരാ, ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അതാ ഭക്ഷണം പാകം ചെയ്യുന്നു. 10 ആൾക്ക് തിന്നാനില്ല. പക്ഷേ ബുഖാരി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഖുർആൻ മാത്രമേ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. കേട്ടോ, അവിടുത്തെ ഉമിനീര് 10 ആൾക്ക് തിന്നാനില്ലാത്ത പൊടിയിലും അതേ മാംസത്തിലും അങ്ങ് ചേർത്തപ്പോ അതേ 1000ഓളം ആളുകൾ കഴിച്ചിട്ടും ഭക്ഷണം ബാക്കി തന്നെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബോഡി വേസ്റ്റ് എന്നാണ് ഒരു അബ്ദുള്ള എഴുതിയത് കേട്ടോ. ഈ അബ്ദുള്ള മറ്റൊരു അബ്ദുള്ളാന്റെ പുനർജന്മമായി പോയി. ആ അബ്ദുള്ള ഏതാണ്ട് നിങ്ങൾക്കറിയോ? ചാൻസ് കിട്ടുമ്പോ റസൂലുള്ളാഹിനെ കുത്തി പറഞ്ഞ ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അവന്റെ മകൻ മുസ്ലിമായിരുന്നു. ആ അബ്ദുള്ളാഹ്ക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പോയപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത്, ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവർക്ക് നിങ്ങൾ നിസ്കരിക്കണ്ടേ നബിയേ, വലാ തഖും അലാ ഖബ്രിഹി, ഐ അബ്ദുല്ലാഹിന്റെ ഖബറും പുറത്തും പോകണ്ട നബിയേ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ആ അബ്ദുല്ലാഹിനെ കൊണ്ടാണ് കേട്ടോ. അവന്റെ പണി എന്തായിരുന്നു? അവൻ എപ്പോഴും റസൂലുള്ളാഹിനെ കുത്തലാണ് അവന്റെ പണി. ബദർ യുദ്ധം വരെ അവൻ ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നു. ബദർ യുദ്ധം നടന്നപ്പോ മുഹമ്മദിനോട് ഇനി നേർക്കുനേരെ നടക്കൂല, അതുകൊണ്ട് ഉള്ളിൽ കയറിയിട്ട് ഇസ്ലാമിന്റെ വിശ്വാസം തകർക്കണമെന്ന് മനസ്സിലാക്കിയ ആ അബ്ദുള്ളയുണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ അബ്ദുള്ള ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ പറഞ്ഞു, മദീനയിൽ ഒരു മുനാഫിക്ക് ജീവൻ പോയിട്ടുണ്ട്, മദീനയിൽ ഒരു മുനാഫിക്ക് ജീവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു, മദീനയിൽ ഒരുത്തന്റെ ജീവൻ പോയിട്ടുണ്ട്, ഒരു കപട വിശ്വാസിയുടെ. ഓൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും, നിസ്കരിക്കാൻ പള്ളിയിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും, ചിലപ്പോൾ സക്കാത്തൊക്കെ കൊടുക്കുകയും ചെയ്യും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അങ്ങനത്തെ ഒരുത്തൻ മദീനത്ത് ജീവൻ പോയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തഫ്സീർ റാസിയിലുള്ള സംഭവമാണ്, അതേ ജനങ്ങളെ, എന്റെ ഒട്ടകത്തെ കാണുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ചരിത്രം, ഒട്ടകത്തെ കാണുന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ചെന്ന് നോക്കൂ എന്റെ ഒട്ടകം എവിടെയാണ്. ഇത് കണ്ടപ്പോ ഉടനെ തന്നെ ഈ അബ്ദുള്ളാന്റെ മനസ്സിലൊരാശയം വന്നു. എന്താ ചെയ്യുന്നറിയോ? നല്ല ചാൻസാണ് മുഹമ്മദിനെ കുറ്റപ്പെടുത്താൻ, മുഹമ്മദിനെ അനുയായികൾക്കിടയിൽ കുറവാക്കാൻ. ഉടനെ തന്നെ അബ്ദുള്ള ഓരോ മൂലയിലും പോയി ഇരുന്നിട്ട് പറയാണ്, അന്ന് പത്രമില്ല, മീഡിയ ഇല്ല, മൂപ്പരെ കഴിയും പോലെ പ്രചരിപ്പിക്കാണ്. എന്താ പറഞ്ഞെന്നറിയോ? അബ്ദുള്ള പറയാണ്, കണ്ടോ നിങ്ങള് എന്റെ ഈ മുഹമ്മദ് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അത്ഭുതമില്ലേ? എന്റെ അയാൾ യുഖ്ബിറു ബിമൗതി അഹദിൻ മിനൽ മദീനത്തി, മദീനയിൽ ഒരാൾ ജീവൻ പോയ വിഷയം ഇവിടുന്ന് പറയുന്നു. വലാ യഅരിഫു അയ്ന നാഖത്തുഹു, ഈ മുഹമ്മദിന്റെ ഒട്ടകം എവിടെയാ പോയെന്ന് പറയാൻ കഴിയുന്നുമില്ല. ഇതെന്ത് വിവരായിയാക്കുള്ളത്? എന്നാ പിന്നെ സ്വന്തം കാണണ്ടേ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. യുക്തിവാദികളുടെ ചോദ്യമില്ലേ? നിരീശ്വരവാദികളുടെ ചോദ്യമില്ലേ? ഈ അബ്ദുള്ളയും മേരിയെ കണ്ടില്ലേ? അള്ളാന്റെ റസൂലിന്റെ മുടിയാണെങ്കിൽ കത്തിക്കാൻ തയ്യാറുണ്ടോ? ഓ മുഅ്മിനേ, അള്ളാന്റെ റസൂലിന്റെ ശരീരം മണ്ണിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്ന് പ്രബോധനത്തിൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. ആ പ്രബോധനക്കാരന്റെ ചോദ്യവും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കാ മണ്ണിന്ന് ആ മുഹമ്മദ് നബിന്റെ ശരീരം ഒന്ന് പുറത്തെടുത്തിട്ട് കേടൊന്നില്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോന്നാണ് അവന്റെയും ചോദ്യം. പറയട്ടെ, അള്ളാന്റെ റസൂലിന്റെ മുടി കത്തിക്കാൻ പറ്റുമോ? അത് ഖുർആനിൽ കത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ഹദീസിൽ അനുവദിച്ചിട്ടുണ്ടോ? അല്ല, ചോദിക്കട്ടെ, ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബിൽ ലാ യുഅദ്ദബു ബിനാരി ഇല്ലാ റബ്ബുന്നാർ, തീനപ്പടച്ച റബ്ബല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കരുത് എന്നല്ലേ പറഞ്ഞത്. ആ തീ ഞങ്ങളെ നേതാവിന്റെ രോമത്തിന് വെക്കാൻ ഞങ്ങൾക്ക് ഭ്രാന്താണോ? ഇനി ചോദിക്കട്ടെ, ചിലപ്പോൾ ഏതോ രാഷ്ട്രീയക്കാരോ ഏതോ ഭരണാധികാരികളോ എന്തെങ്കിലും ചെയ്തു എന്ന് സ്ഥിരപ്പെടാത്ത ചരിത്രമുണ്ടെങ്കിൽ അത് ഞങ്ങളെ മുമ്പിൽ തെളിവിന് കൊണ്ടുവന്ന് വിളമ്പേണ്ട ആവശ്യമില്ല. മുസ്ലിം പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ ചിന്തിച്ചേ പറയാവൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബി തങ്ങളുടെ ശരീരം മണ്ണെന്ന് ജീർണിക്കൂല എന്നതിന് ഖുർആൻ തെളിവാണ്, ഹദീസ് തെളിവാണ്. എന്തിനധികം പറയണം, അമ്പിയാക്കളെ ശരീരം ജീർണിക്കൂല എന്നത് ഖുർആൻ തെളിവല്ലേ? അല്ലേ അല്ലേ? പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓ നബിയേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. മൂസാ നബിയെ തങ്ങളും കണ്ടുമുട്ടിയതിന് സംശയിക്കണ്ടെന്ന് ഖുർആനിലില്ലേ? കണ്ടുമുട്ടിയത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു. അമ്പിയാക്കളെ ശരീരം ജീർണിക്കൂലാന്ന് ഖുർആനല്ലേ, ഹദീസല്ലേ? സുബ്ഹാനല്ലാഹ്, ബുഖാരിയിൽ തന്നെ ഹദീസല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ശരീരം ജീർണിച്ചിട്ടില്ലെന്ന് ബുഖാരിയിലില്ലേ? ഇരിക്കട്ടെ, അങ്ങനെ എത്രയുണ്ട് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്നതിന് ഖബറൊന്ന് തുറന്ന് കാണിക്കാമോ എന്ന ചോദ്യം പോലെ ആരും തന്നെ രോമമൊന്ന് കത്തിച്ചു തരാമോ എന്ന് ചോദിക്കണ്ട. അത് നിരീശ്വരവാദിയുടെ, നിർവ്വതവാദിയുടെ, മുനാഫിക്കിന്റെ ചോദ്യമാണ്. അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ ചോദ്യം സംശയമുണ്ടാക്കാനുള്ള ചോദ്യമാണ്. ഒട്ടകം പോയത് എവിടെയാണെന്ന് പറയാൻ മുഹമ്മദിന് കഴിഞ്ഞില്ലല്ലോ. ഈ വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞപ്പോ ഉടനെ തന്നെ മുഴുവൻ സഹാബത്തിനെയും വിളിച്ചു കൂട്ടിയിട്ടൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ബലഗനി അന്ന ബഅദൽ മുനാഫിഖീന ഖാല കൈത വകൈത. മദീനയിലെ ചില മുനാഫിഖീങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്തേ മുഹമ്മദിന് ഒട്ടകം പോയത് പറയാൻ കഴിയാത്തത്? എന്നാൽ ജനങ്ങളെ, ഇന്ന നാഖതി ഫീ ദാലിക ശബീ അത്തഅല്ലഖ സിബാമുഹാ ബി
എന്റെ ഒട്ടകം ആ താഴ്വരയിലുണ്ട്, അവിടെ മരത്തിനോട് അതിന്റെ കടിഞ്ഞാണ് കുടുങ്ങി കിടക്കുന്നുണ്ട്. ചെന്ന് നോക്ക്, ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ? സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കും, ഒട്ടകം പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് പറയാനുള്ള കഴിവ് തരും. പിന്നെ നേരത്തെ പറയാതിരുന്നതോ, എന്റെ ഉമ്മത്തുകൾക്ക് അല്ലാഹുവിന്റെ കൂലി കിട്ടണമെങ്കിൽ കുറെയൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ ഒട്ടകം നോക്കി നടന്നിട്ടൊക്കെ കുറച്ച് അധ്വാനിച്ചാലേ പ്രതിഫലം കിട്ടും. അതിനുവേണ്ടി അപ്പോൾ മുഅ്ജിസത്ത് കാണിക്കാതിരുന്നതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സംശയമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത്. അവന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അതുപോലെ ഒരു അബ്ദുള്ള എഴുതിയ വിവരമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോഡി വേസ്റ്റ് ആണ് പോൽ. എന്നാ ബുഖാരി മറിക്കൂ നിങ്ങൾ. ആ ബുഖാരിയിൽ നമ്മൾ കാണുന്നു 10 ആൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണത്തിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരങ്ങ് ചേർത്തപ്പോ സുബ്ഹാനല്ലാഹ് 1000-ഓളം ആളുകൾ കഴിച്ചിട്ടും ഭക്ഷണം ബാക്കി തന്നെ. ബുഖാരിയിലെ ഹദീസല്ലേ. ചിലർക്കൊരു തോന്നലുണ്ടാകും, ഉമിനീർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് സഹാബത്ത് തൊട്ട് പുരട്ടി അവിടുന്ന് കുടിച്ചു എന്നൊക്കെ ബുഖാരിയിലുണ്ട്. അപ്പൊ ചിലർക്കൊരു സംശയം, എന്താ സംശയം? ഉമിനീരോ? ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റുമോ? മോനെ, നീ തേൻ കുടിക്കാറുണ്ടോ? നീ തേൻ കുടിക്കാറുണ്ടോ? തേന് തന്നെ സാധനം എന്താ? ഈച്ച തുപ്പിയതാ. ഈച്ച തുപ്പിയ തേന് വെക്കുന്ന നിനക്കാണോ ലോകം മുഴുക്ക പടച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര് പിടിക്കാത്തത്? ഈച്ച തുപ്പിയ തേന് നക്കുന്നവനല്ലേ നീ? എല്ലാ ശാസ്ത്രജ്ഞരും എല്ലാ മതവിരോധിയും എല്ലാ യുക്തിവാദിയും തേൻ കുടിക്കാറില്ലേ? അത് ഈച്ച തുപ്പിയതല്ലേ? ചോദിക്കട്ടെ, ലോകത്തെ മുഴുവനും പടക്കാൻ കാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന് തേനിനേക്കാൾ മഹത്വമില്ലേ? ഇനിയും പറയട്ടെ സുഹൃത്തേ, ബുഖാരി തന്നെ. കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ ലേഖനത്തിൽ നമ്മൾ അബ്ദുള്ള പറയുന്നത് എന്താണെന്നറിയോ? ഓ അബ്ദുള്ള, എന്താ പറഞ്ഞത് എന്നറിയോ സുഹൃത്തുക്കളെ? പറഞ്ഞത് മൂപ്പര് ബോഡി വേസ്റ്റ് എന്നാ പറഞ്ഞത്. പോരാ, റസൂലുള്ളാന്റെ മുടി മുക്കിയ വെള്ളം വിതരണം ചെയ്ത ഉന്തും തിരക്കും ഉണ്ടായിട്ട് ശബരിമല പോലെയായി പോകുന്ന മൂപ്പരെ കണ്ടുപിടുത്തം. എന്നാ ഓ അബ്ദുള്ള, ബുഖാരി മറിക്കൂ, ബുഖാരി വായിക്കൂ. കാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒതുവെടുക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഉച്ചി വീഴുന്ന വെള്ളം ഏത് വെള്ളമാണെന്ന് ശരിക്കും ശ്രദ്ധിക്ക്. റസൂലുള്ള ഒതുവെടുക്കുമ്പോ ഉച്ചി വീഴുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഏത് വെള്ളമാ? അവിടുത്തെ താടിരോമം കഴുകിയ വെള്ളം, അവിടുത്തെ തലമുടി നനഞ്ഞ വെള്ളം, കയ്യുമ്മല രോമം നനഞ്ഞ വെള്ളം, കയ്യിന്റെ തോല് നനഞ്ഞ വെള്ളം. അതേ നമ്മൾ അബ്ദുള്ളാന്റെ ഭാഷയിൽ ബോഡി വേസ്റ്റ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ താടിയിൽ നുറ്റി വീഴുന്ന വെള്ളം, തലയിൽ നുറ്റി വീഴുന്ന വെള്ളം, ശരീരത്തിൽ നുറ്റി വീഴുന്ന വെള്ളം കിട്ടാൻ വേണ്ടി സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടിയിട്ട് കാദൂ യഖ്തതിലൂന, സഹാബത്ത് സംഘട്ടനത്തിന്റെ വക്കിലോളം എത്തിയെന്ന ബുഖാരിയിലെ ഹദീസ്. തിരക്കുകൊണ്ട് വറക്കത്താക്കപ്പെട്ട വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള തിരക്കുകൊണ്ട് അവർ സംഘട്ടനത്തിന്റെ വക്കിലെത്തിപ്പോയി. എന്നിട്ടും റസൂലുള്ള വിരോധിച്ചില്ല. അവിടുത്തെ ഉപയോഗിച്ച വെള്ളം എടുക്കാൻ സ്വീകരിക്കാൻ അവസരം കൊടുത്തു. പോരാ, ചിലർക്ക് തിരക്ക് കൊണ്ട് കിട്ടിയില്ല. അവരെ പറ്റി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ടിട്ട് ശരീരത്തിൽ സഹാബത്ത് തൊട്ട് പുരട്ടി. ഇനിയും കേൾക്കൂ മുസ്ലിമേ, ബുഖാരി തന്നെ, സഹീഹുൽ ബുഖാരി തന്നെ കേൾക്കൂ. അതാ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്, അവിടുത്തെ അതാ പുണ്യകേശം, അവിടുത്തെ പുണ്യമുടി അതാ അവിടുന്ന് കളയിപ്പിച്ചതിന് ശേഷം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ മുടിക്കഷ്ണം കൊടുക്കുന്നു. പറയുന്നു സഹാബികൾക്കിടയിൽ ഈ
മുടി അംശയിച്ച് വിതരണം ചെയ്യൂ അബൂ തൽഹ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ആ ശറഫാക്കപ്പെട്ട മുടിക്കഷ്ണം അംശയിച്ച് വിതരണം ചെയ്യുന്നു. സഹാബത്ത് വാങ്ങുന്നു, വെള്ളിയുടെ ചിപ്പി ഉണ്ടാക്കി സൂക്ഷിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ചവരെ കൂട്ടത്തിലതാ നമ്മളെ ഉമ്മ. ആരാണത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ വെള്ളിയുടെ ചിപ്പിയിലാണ് മുടിക്കഷ്ണം സൂക്ഷിച്ചത്. ആ മുടിക്കഷ്ണം സൂക്ഷിച്ചിട്ടോ അതാ പോവുകയാണ് സഹാബത്തും താബീങ്ങളും. ഉമ്മാന്റെ അടുക്കൽ എന്തിനാ പോകുന്നത്? ഒരു കോപ്പ വെള്ളവും കൊണ്ട് പോവുകയാണ്. ആ വെള്ളവും കൊണ്ട് പോകുന്നത് എന്തിനാണ്? ഇലാ സാബത്ഹു ഐനുൻ ഔ ശൈഉൻ, കണ്ണേറോ അല്ലെങ്കിൽ രോഗമോ ബാധിക്കുമ്പോ ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി കോപ്പയിൽ വെള്ളവും കൊണ്ട് പോവുകയാണ്. ഉമ്മു സലമ ബീവിന്റെ അടുക്കൽ ചെല്ലുമ്പോ വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിച്ച അല്ലാഹുവിന്റെ ശഅർ മുബാറക് ഇരുകേശം എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് കളകള എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി. എന്നിട്ട് ആ തിരുകേശം മുക്കിയ വെള്ളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവി കുടിക്കാൻ കൊടുക്കുന്നു. സഹാബത്തും താബീകളും കുടിക്കുന്നു. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരൊറ്റ മുടിയന്റെ കൈവശം ഉണ്ടാകുന്നത് ദുനിയാവ് മുഴുവനും എന്റെ കയ്യിൽ ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് സാദാ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, അവിടുത്തെ തിരുകേശത്തിന്റെ ബറക്കത്ത് എത്രയാണ്! അതുകൊണ്ട് തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ മുതഅല്ലിമീങ്ങളെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, പണ്ഡിതന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ, എന്താ റാസിയിലുള്ളത്? ഓ നബിയെ, നിസ്കരിക്കാത്തവനെ കാഫിറായി ഞാൻ വിധിക്കുന്നില്ല, അവൻ തെറ്റ് ചെയ്തവൻ മാത്രമാണ്. അവൻ നിസ്കാരം ഖളാ വീട്ടട്ടെ, തൗബ ചെയ്ത് നന്നാകട്ടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പറഞ്ഞതുപോലെയാ പറയുന്നത്. മഹാനവറുകൾ പറയുകയാണ്, എന്നാൽ അതേ നുകഫിറു മൻ ആദാ ശഅറതൻ മിൻ ശഅറാതിക, നബിയെ തങ്ങളെ മുടിക്കഷ്ണത്തിൽ ഒരു മുടിയെ ഒരുത്തൻ നിഷേധിച്ചാൽ, ഒരു മനുഷ്യൻ നിസ്സാരപ്പെടുത്തി തങ്ങളെ ശല്യപ്പെടുത്തിയാൽ അവനെ നമ്മൾ ഇസ്ലാമിന്ന് പുറത്താക്കി ഈമാൻ നശിപ്പിച്ച് കാഫിറാക്കും നബിയെ എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നതെന്ന് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മുസ്ലിം ലോകം. പോരാ, ഇനി നിങ്ങൾ ഖുർആനിലേക്ക് കടക്കൂ. റസൂലുള്ളാഹിന്റെ മുടിയുടെ ബഹുമാനം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുതീക റബ്ബുക ഫതർദാ. എന്താണ് മുതഅല്ലിമീങ്ങളെ ആയത്തിന്റെ തഫ്സീർ? മറിക്കൂ, നിങ്ങൾ തഫ്സീർ റാസി മറിക്കൂ. വദ്ദുഹാ, അതിന് പല അർത്ഥങ്ങളും പല തഫ്സീറുകളുമുണ്ട്, ആയത്തുകൾക്ക് പല തഫ്സീറുമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇന്നാഅതൈനാകൽ കൗസർ, ആ ഒരൊറ്റ ആയത്ത് ഞാൻ 2 ദിവസം അത് പറഞ്ഞിട്ടുണ്ട്. മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹാണ് കേട്ടോ. അതിന്റെ CD കിട്ടുമ്പോൾ വാങ്ങി കേട്ടോളൂ. ഇന്ന് പറഞ്ഞ വിഷയങ്ങളൊന്നുമല്ല അന്ന് പറഞ്ഞത്. കേട്ട് പഠിക്കണേ ചെറുപ്പക്കാരെ. ഈ അടുത്ത് യാസീൻ സൂറത്ത് 7 ദിവസം പറഞ്ഞു. അതിന്റെ തുടക്കവും റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. യാസീൻ, ആ സൂറത്തിനെ കുറിച്ച് വഅദ് പറയാൻ ഞാൻ പോകുന്ന സമയത്ത് എന്റെ വന്യ ഗുരു കാന്തപുരം ഉസ്താദിനോട് ഞാൻ സമ്മതം ചോദിച്ചു. എന്നോട് പറഞ്ഞു, യാ സയ്യിദു മുഹാത്തം ബി ഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് മനസ്സിലായി യാസീന്റെ തഫ്സീറാ ഉസ്താദ് പറഞ്ഞത്. പക്ഷേ ആ തഫ്സീർ അന്ന് വരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഉസ്താദ് അവരുടെ ഇൽമു വലിയ ബഹറാണത്, വലിയ ഇൽമാണത്. ഇരിക്കട്ടെ, ഉസ്താദ് അവരുടെ ആ പറഞ്ഞ തഫ്സീർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. തഫ്സീറുകൾ 10-60ഓളം തഫ്സീർ ഞാൻ എന്റെ സിറാജുൽ ഹുദയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, ഉസ്താദെ എവിടെയാ ഉള്ളത്? ചിലർക്കൊരു ധാരണ ഉണ്ട്. എന്റെ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാരായ സഖാഫികളായ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ അണ്ണാക്ക് തൊടാതെ വീഴുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വീങ്ങരുത് എന്നാ ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞത്. ഏതും തെളിവ് പഠിക്കണം, തെളിവ് മനസ്സിലാക്കണം. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഏത് കിതാബിലാ ഉള്ളത്? ധൈര്യത്തോടെ ചോദിച്ചു. ഒരുപാട് ആളുള്ള സദസ്സാണ്. ഉസ്താദ് പറഞ്ഞു, നീ കിതാബ് ശിഫ, ഇമാം ഖാദിയാദിന്റെ ശിഫ നോക്കൂ, മുഹീദ്ദീൻ ശൈഖിന്റെ തഫ്സീർ നോക്കൂ. ഞാൻ ഉടനെ തന്നെ പോയി ഈ കിതാബ് എടുത്തു. ശിഫ
നോക്കിയപ്പോൾ അത് കണ്ടെടുത്തു. ഞാൻ അന്ന് തന്നെ വേദിൽ പറഞ്ഞു, യാസീൻ അതിന്റെ ഒരു തഫ്സീറാണ്. യാ സയ്യിദു, ഓ നേതാവായവരെ, വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ചില അബ്ദുള്ളമാർ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നു. അവർക്ക് മറുപടി പറയാണ് സൂറത്ത് യാസീനിൽ, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. ഖുർആൻ തന്നെയാണ് സത്യം നേതാവായവരെ. ഇതുപോലെ നിങ്ങൾ വദ്ദുഹാവല്ലൈലിയുടെ തഫ്സീർ റാസി ഒന്ന് മറിക്കൂ പണ്ഡിതന്മാരെ. ദുഹായ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ലൈലിനെ തന്നെയാണ് സത്യം. ഇതിന്റെ ഒരു തഫ്സീർ ഇമാം റാസി പറയുകയാണ്, വദ്ദുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. അതിന്റെ ഒരു തഫ്സീറാണ് വല്ലൈലി ഇദാ സജാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ തന്നെയാണ് സത്യം. അവിടുത്തെ തലയിലെ മുടിയെ തന്നെയാണ് സത്യം. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹ് സത്യം ചെയ്യുന്ന മുടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി. അല്ലാഹ് സത്യം ചെയ്യുന്ന മുഖമാണ് അവിടുത്തെ മുഖം. തഫ്സീർ റാസി എടുത്തു നോക്കൂ മുതഅല്ലിമീങ്ങളെ. ആകയാൽ അവിടുത്തെ മുടി സാധാരണയല്ല, അവിടുത്തെ വിയർപ്പ് സാധാരണയല്ല, അവിടുത്തെ ഉമിനീര് സാധാരണയല്ല, അവിടുത്തെ കാഴ്ച സാധാരണയല്ല, അവിടുത്തെ കേൾവി സാധാരണയല്ല, അവിടുത്തേതൊന്നും സാധാരണയല്ല. അവിടുത്തെ വഫാത്തിന് ശേഷവും മുമ്പും അതേ ഹുർമത്തുഹു കഹുർമത്തി മയ്യിതൻ കഹുർമത്തിഹി ഹയ്യാ. അതും കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ മജ്‌ലിസിൽ നമുക്ക് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെയും നീ സ്വീകരിക്കണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി മറിച്ചാൽ എത്ര നൂറുകണക്കിന് ഹദീസിന്റെ സനദിലാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ പേര്. കാരണം ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണത്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്താദാണ്. ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. ലോകം മുഴുക്കെ അംഗീകരിക്കുന്ന മദീനത്തെ പണ്ഡിതൻ ഇമാം ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയില്ലേ? മാലിക് ഇമാം തങ്ങൾ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിനടുക്കൽ നിൽക്കുമ്പോ ഭരണാധികാരിയായ അബൂ ജഅഫറിൽ മൻസൂർ വരുന്നു. അവിടെ ഒരു ചെറിയ സംവാദം നടക്കുന്നു. പഠിക്കാനുള്ള സംവാദമാണ്. ആ സംവാദത്തിൽ മഹാനായ മാലിക് ഇമാം തങ്ങൾ ഭരണാധികാരിയോട് പറയുന്നു, ഓ ഭരണാധികാരി, വഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. റസൂലുള്ളാഹി വഫാത്തിന്റെ ശേഷവും ജീവിതകാലത്തുള്ള ബഹുമാനം തന്നെയാണ് കേട്ടോ. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹാബത്ത് പല സങ്കടങ്ങൾക്കും തേടാറുണ്ട്. തേടിയാൽ മുഅ്ജിസത്ത് മുഖേന പ്രശ്നം പരിഹരിച്ചു കൊടുക്കാറുണ്ട്. വഫാത്തിന് ശേഷം തേടിയാൽ ഇസ്ലാമെന്ന് പുറത്തുപോയി മുശിരിക്കാവുന്നതാണ് ഒരു കൂട്ടര് പറയുന്നത്. അല്ലാഹു അവർക്ക് സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കട്ടെ. നമ്മളവരെ ശപിക്കുന്നില്ല, തെറി പറയുന്നില്ല, ചീത്ത പറയുന്നില്ല. അവർ കാഫിറാണെന്ന് നമ്മൾ വിധിക്കാനും പോകുന്നില്ല. അതേ സമയത്ത് അവർ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ, സ്വന്തം ബാപ്പ ഉമ്മ അടക്കം പൂർവ്വകാല പണ്ഡിതന്മാരടക്കം എല്ലാവരും കാഫിറാണെന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുമോ? അവര് സ്വന്തം അതാ അവരുടേതായ ശരീരത്തിൽ ഹൃദയമുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണേ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊരു കാര്യം ഞാൻ സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ആകത്തുക അച്ചാച്ചൻ കൊരകനാണ് എന്ന് വിശ്വസിക്കലാണ്. അതിനേക്കാൾ മോശമായി പോയി ഉപ്പാപ്പ മങ്കൂസ് മൂലി തോന്നിയോണ്ട് കാഫറാണ് എന്ന് പറയുന്ന ആശയം. അങ്ങനെ കൊരകനായതുകൊണ്ട് നരകത്ത് കടക്കണമെന്നില്ല. ഉപ്പാപ്പ കാഫറാണ് എന്ന് പറയുന്ന ആശയം ഡാർവിനെ കടത്തി വിട്ടുന്ന ആശയമാണ് ഇപ്പോ ഈ മുസ്ലിമീങ്ങളെ. എന്നാ പറയട്ടെ, മഹാനായ മാലിക് ഇമാം തങ്ങൾ പറയുന്നു,
വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് മുമ്പുള്ള പവറാണ് കേട്ടോ. വെറുതെ പറഞ്ഞല്ല, വദ്ദുഹാ വല്ലൈലി പറഞ്ഞതല്ലേ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ തങ്ങളല്ല കൈവച്ചിട്ടില്ല, തങ്ങൾ അല്ലാഹു തആല പിണങ്ങിയിട്ടില്ല. പിന്നെയോ വലസൗഫ യുതീക റബ്ബുക ഫതർളാ, തങ്ങൾക്കല്ല ധാരാളം തരും, തൃപ്തിപ്പെടുന്നത് വരെ തരും. അല്ലാഹു തആല നബി തങ്ങളെ തൃപ്തി എത്രയാണോ അത്രയും കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്യാണ്. എന്നിട്ട് എന്നെ പറഞ്ഞതൊന്നുകൂടി കേട്ടോളൂ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ദുനിയാവിനേക്കാൾ തങ്ങൾക്ക് ഖൈർ ആഖിറമാണ് നബിയെ. ദുനിയാവിലുള്ളതിനേക്കാളും പവറാണ് വഫാത്തിന്റെ ശേഷം. അങ്ങനെയാ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സത്യം ചെയ്ത് പറഞ്ഞത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് വഫാത്തിന് ശേഷം അതേ ബഹുമാനമാണ്. അപ്പോൾ മൂപ്പര് ചോദിച്ചു, അസ്തഖ്ബിലുൽ ഖിബ്ലത വാദു അം അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റൗളാ ശരീഫിന്റെ ദ്വാരക്കുമ്പോ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടിട്ടാണോ ദ്വാരക്കേണ്ടത്, അല്ല ഖിബ്ലക്ക് മുന്നിട്ടിട്ടാണോ ദ്വാരക്കേണ്ടത്? മാലിക് ഇമാമിനോട് ചോദിക്കുക ഭരണാധികാരി. മഹാനവറുടെ മറുപടി, വലമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാ നിങ്ങൾ റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? വഹുവ വസീലത്തുക വസീലത്തു അബീക ആദം അലൈഹിസ്സലാം യൗമൽ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ബാപ്പ ആദം നബി അലൈഹിസ്സലാമിനടക്കം മുഹമ്മദ് നബി അടയാളനല്ലേ? ഖിയാമത്ത് നാളിൽ തന്നെ അടയാളനല്ലേ? ഖിയാമത്ത് നാൾ വഫാത്തിന്റെ ശേഷമല്ലേ? ദുനിയാവിൽ മാത്രമല്ലല്ലോ ഇടയാളൻ, വഫാത്തിന്റെ ശേഷം ഖിയാമത്ത് നാളിലും ഇടയാളനല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെക്കുള്ള അഭിമുഖമായിട്ടല്ലാതെ ഖിബ്ലക്ക് തിരിയുന്നത് എന്തിനാണ്? അതുകൊണ്ട് ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ നബിയിലേക്ക് മുന്നിട്ടോ. വസ്തസ്ബിഹി, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ആരാ പറയുന്നത്? ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ശാഫി ഇമാമിന്റെ ഉസ്താദ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വസ്തസ്ബിഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ഫയുസബ്ബിഹുല്ലാഹ്, അല്ലാഹ് റസൂലുള്ളാഹിന്റെ റക്കബന്റ് സ്വീകരിക്കും കേട്ടോ. ഇത് മാലിക് ഇമാം പറയുന്നത് എന്റെ വകയിൽ പറയുകയല്ല, വഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞതാണ്. വലൗ അന്നഹും യളലബു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബിയെ, തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളെ സമീപത്ത് വന്ന് നിന്നിട്ട് അതാ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയും തങ്ങളോട് സങ്കടം പറയുകയും നബിയെ എന്റെ ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ എന്ന് തങ്ങളോട് ആവശ്യപ്പെടുകയും എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹ് തൗബ സ്വീകരിക്കും എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ വിളിക്കണം, റസൂലുള്ളാഹിനോട് തേടണം, വഫാത്തിന്റെ ശേഷവും ശഫാഅത്ത് തേടണം എന്ന് ഖുർആൻ തെളിവാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് ഇയാദ് റളിയല്ലാഹു അൻഹു ഈ പേരോട് ജനിക്കുന്നതിന്റെ 800-900 1000 കൊല്ലം മുമ്പ് ഈ കിതാബിൽ കിതാബ് സിബയിൽ രേഖപ്പെടുത്തുന്ന മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുന്നതും അവിടുത്തെ വസീലയാക്കുന്നതും ഇടയാളരാക്കുന്നതൊക്കെ അവിടുത്തെ മഹത്വവും മഹത്വവും അംഗീകരിച്ചത് കൊണ്ടാണ് കേട്ടോ. അവിടുത്തെ മുടി കൊണ്ട് ബറക്കത്തെടുക്കുന്നതും അവിടുത്തെ വിയർപ്പ് കൊണ്ട് ബറക്കത്തെടുക്കുന്നതൊക്കെ അവിടുത്തോടുള്ള വിശ്വാസവും സ്നേഹവുമാണ് കേട്ടോ. അതിലാരും തന്നെ സംശയം ജനിപ്പിച്ച് മുസ്ലിമീങ്ങളെ ഈമാൻ തകർക്കരുത് കേട്ടോ. ഇത് വിനയത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയും ഇനി അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നാൽ നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മയ്യിത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഒരു അബ്ദുള്ളയുണ്ട്. ആ അബ്ദുള്ളാന്റെ വകുപ്പിലാണ് കേട്ടോ. അവനെ പറ്റി ആ സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹ് പറഞ്ഞത്, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൂ റൂസഹും വറഅയ്തഹും യസുദ്ദൂൻ. നബിയേ, റസൂലുള്ളാഹിനോട്
പറയാൻ വരൂ, റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് പറയാൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ തല തിരിച്ചു കളയുന്നൊരു കൂട്ടരുണ്ട്. അവർ മുനാഫിഖീങ്ങളാണ് നബിയേ. അവർക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല നബിയേ. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. എന്റെ പ്രിയപ്പെട്ട നബിയോട് സങ്കടം പറയാനില്ലാത്തവർക്ക് നമ്മൾ പൊറുക്കൂല നബിയേ. സൂറത്തുൽ മുനാഫിഖൂനയിൽ ആ അബ്ദുള്ളനെ പറ്റി പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ നോക്കൂ, തബരി നോക്കൂ, അതുപോലെ തന്നെ മറ്റ് തഫ്സീറുകൾ നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാം സഹാബത്ത് അവനോട് പറഞ്ഞതാണ്, അബ്ദുള്ള നീ പല തെറ്റും ചെയ്തില്ലേ, നീ റസൂലുള്ളാഹിനോട് പോയി സങ്കടം പറയൂ എന്ന് പറഞ്ഞപ്പോഴാവും പറഞ്ഞത് റസൂലുള്ളാഹിനോട് സങ്കടം പറയൽ, റസൂലുള്ളാഹിക്ക് സങ്കടം പറയൽ അത് മുഹമ്മദ് നബിക്ക് സുജൂദ് ചെയ്യുമ്പോൾ ആരാധനയാണ്, അതുകൊണ്ട് അത് പറ്റൂല എന്നാണ് അവൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, സങ്കടം പറയൽ ആരാധനയല്ല, സങ്കടം പറയൽ ആരാധനയല്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവോട് ഒരുത്തൻ സങ്കടം പറഞ്ഞു ദുആർന്നാൽ അത് ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവോട് നടത്തുന്ന ദുആ അല്ലാഹുള്ള ഇബാദത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് ദുആയും ഇബാദത്താണ് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ അതാ ഖുർആനൊക്കെ മാറ്റിമറിക്കേണ്ടി വരും. കാരണം ഖുർആനിൽ ഉണ്ടല്ലോ അല്ലാഹ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫലിയദഉ നാദിയഹു സനദഉ സബാനിയ. അതേ അബൂജഹലും കൂട്ടരും അവന്റെ ആൾക്കാരെ വിളിക്കട്ടെ അവന്റെ സഹായത്തിന്. സനദഉ സബാനിയ, എന്റെ റസൂലുള്ളാഹിനെ സഹായിക്കാൻ ഞാൻ മലക്കുകളെ വിളിക്കൂ എന്നല്ല പറഞ്ഞതുണ്ട്. അവിടെയും സനദഉ എന്ന ദുആ എന്ന വാക്കല്ലേ ഉള്ളത്. അപ്പൊ അല്ലാഹു തആല മലക്കുകളെ ഇബാദത്ത് എടുക്കുന്നാണോ അതിന്റെ മാന? അല്ലല്ലോ മുതഅല്ലിമീങ്ങളെ. അതുകൊണ്ട് എല്ലാ ദുആയും ഇബാദത്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? അദ്ദുആഉ ഹുവൽ ഇബാദ. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവോട് നടത്തുന്ന ദുആ അല്ലാഹുള്ള ഇബാദത്താണ്, അതിന് തർക്കമില്ല. ആ ഇബാദത്ത് ഏറ്റവും നടത്തുന്ന കക്ഷികൾ സുന്നികളാണ്. അവർക്ക് എവിടെയും ദുആയാണ്. തുടങ്ങുമ്പോൾ ദുആ, തീർക്കുമ്പോൾ ദുആ, കല്യാണം കഴിക്കുമ്പോൾ ദുആ, അതുപോലെ തന്നെ നിക്കാഹ് ചെയ്താലും ദുആ, പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദുആ, യാത്രക്കിറങ്ങുമ്പോൾ ദുആ. അവരെപ്പോഴും ദുആ ചെയ്യുന്നവർ സുന്നികളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ ദുആർക്ക് ആമീൻ പറയാതെ കൈ ഇങ്ങനെ താഴ്ത്തി വെക്കുന്ന പതിവാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസ് അതാ തെളിവിന് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത് സുന്നത്ത് ജമാഅത്തുകാരാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് സുന്നത്ത് ജമാഅത്തിനെ സംശയിപ്പിക്കാൻ ഏതെങ്കിലും പുതിയ കക്ഷികൾ വരുമ്പോ അവരായത്തോന്ന് കേട്ട് നിങ്ങൾ പെട്ടുപോകരുത്, ഹദീസോന്ന് കേട്ട് പെട്ടുപോകരുത്. അവരതിന്റെ ഒക്കെ അർത്ഥം മാറ്റി പറയുകയാണ് കേട്ടോ. അത് കേട്ട് നിങ്ങൾ പെട്ടുപോകരുത്. അതല്ല എങ്കിൽ പരസ്യമായ നിലയ്ക്ക് ലക്ഷങ്ങൾ കേൾക്കുന്ന വിധത്തിൽ ഒരു പരസ്യമായ നിലയ്ക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി സാധാരണ കേവല സാധാരണ മനുഷ്യനാണെന്ന് പരസ്യമായി എഴുതിയ കക്ഷികളോട് ചോദിക്കുന്നു, ഈ ഒരു വിഷയത്തിൽ ഒരു സംവാദത്തിന് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ആരെങ്കിലും തയ്യാറുണ്ടോ? രണ്ടാമത് ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശത്തിന് പുണ്യമില്ലെന്ന് പറയാൻ ലോകത്ത് വല്ല മുസ്ലിമിനും ധൈര്യമുണ്ടോ? മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. അസൂയക്ക് മരുന്നില്ലെന്ന് നേരത്തെ തന്നെ പഴയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യത്തിന് ആർക്കെങ്കിലും കൊടുക്കുന്നതിന് നിങ്ങൾക്ക് അസൂയ വേണോ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഈ കോലാഹലത്തിന് മുഴുവനും കാരണത്തിന്റെ അടിത്തറ ഹസദാണ് കേട്ടോ. കാരണം മർക്കസു സഖാഫത്തി സുന്നിയുടെ 33-ാം വാർഷിക സമ്മേളനം നടന്നപ്പോ ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ഒരു പണ്ഡിത സഭ, അതേ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ഒമാനിൽ നിന്നും ബഹ്റൈനിൽ നിന്നുമൊക്കെയുള്ള അതാ നൂറുകണക്കിന് പണ്ഡിതന്മാരുള്ള വലിയ സദസ്, താജുൽ ഉലമയുണ്ട്, ഖമറുൽ ഉലമയുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുള്ള സദസ്സിൽ അതേ യു എ ഗവൺമെന്റ് ഔഖാഫിന്റെ മന്ത്രിയായി കൊല്ലങ്ങളോളം നിശ്ചയിച്ച അതാ മഹാപണ്ഡിതനായ മുഹമ്മദ് ഹസൻ ഖദ്റജി റഹിമഹുല്ലാ, ആ മഹാപണ്ഡിതന്റെ മകൻ
അവിടെ വെച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ, ആ പ്രസംഗം ഞാനായിരുന്നു വിവർത്തനം ചെയ്തിരുന്നത്, പ്രസംഗിക്കുന്നതിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാനായ കാന്തപുരം ഉസ്താദ് ആയിരക്കണക്കിന് യതീമുകളെ പോറ്റുന്നു, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തുന്നു, സർവ്വ സമൂഹത്തിനും നന്മ ചെയ്യുന്നു, ഈ രാജ്യത്ത് വർഗീയത ഇല്ലാതിരിക്കാൻ, മനസ്സുകളെ കോർത്തിണക്കാൻ രാജ്യമൊട്ടാകെ ഓടി നടക്കുന്നു. അതുപോലെ തുടങ്ങിയിട്ട് മനുഷ്യ സമൂഹത്തിന് സേവനം ചെയ്യുന്നു. യുഎഇയിലും മറ്റു രാഷ്ട്രങ്ങളിലും പോയാൽ ആയിരക്കണക്കിന് ജനങ്ങളതാ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മർക്കസിന്റെ കീഴിൽ ജോലിക്ക് വന്ന തൊഴിലാളികളാണ്. എത്രയോ ആയിരക്കണക്കിന് കുടുംബത്തെ ആ മഹാപണ്ഡിതൻ പലതിലക്കും പോറ്റി വളർത്തുന്നു. ആ മഹാപണ്ഡിതനോട് പണ്ഡിതനെ നിർത്തിയിട്ട അതാ പറഞ്ഞു ആര്? ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ മകൻ ഷെയ്ഖ് അഹ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി എന്ന യുഎഇയിലെ പ്രഗത്ഭ വ്യക്തി. അൻസാരികളായ സഹാബത്ത് രണ്ട് വിഭാഗമാണ്, ഒന്ന് ഔസും ഒന്ന് ഖസ്റജുമാണ്. ആ ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട പിൽക്കാലത്ത് ഇങ്ങനെ ബാപ്പമാര് ആ മക്കളായി വന്ന പരമ്പരയിൽ അൻസാരികളുടെ റഈസ്, നേതാവ്, ചെയർമാൻ, അൻസാരികളെ കുടുംബത്തിന്റെ ചെയർമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് അസറുകൾ സൂക്ഷിക്കുന്ന വ്യക്തി. അബൂദാബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി മഹാനവറുകൾ പ്രദർശനത്തിന് വെക്കുകയും അത് മുക്കിയ വെള്ളം വിതരണം ചെയ്യുകയും ചെയ്യുന്ന പതിവുണ്ട്. ആ മുടിയിൽ നിന്നൊരു കഷ്ണം മഹാനായ ഉസ്താദ് അവറുകൾക്ക് ആദരവോടെ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മുന്നിൽ വെച്ച്, ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയുടെ മുന്നിൽ വെച്ച്, അതുപോലെ മക്കയിലും മദീനയിലൊക്കെയുള്ള പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് അതിന്റെ സനദ് പരസ്യമായി വായിച്ച് ഒപ്പിട്ട് കൈമാറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യകേശം ഞാനിതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് അവിടുന്ന് എനിക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ച് ഈ മഹാനായ ശൈഖ് അബൂബക്കറിന് കൈമാറുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി കൈമാറിയപ്പോ ആ മഹത്തായ മുടി സൂക്ഷിക്കാൻ വേണ്ടി 40 കോടി ഉറുപ്പിക ചെലവിൽ 40,000-ഓളം ആള് നിസ്കരിക്കുന്ന ഒരു പള്ളി 1000 ഉറുപ്പിക ഒരു വ്യക്തിയിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് 4 ലക്ഷം ആളോട് പിരിവെടുത്ത് എല്ലാവരുടെയും ജനകീയമായ നിലക്ക് ഞങ്ങളെ നേതാവിന്റെ തിരുകേശം സൂക്ഷിക്കാൻ ഒരു പള്ളി എന്ന നിലക്ക് മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവനും സഹകരണത്തോടെ ഒരു പള്ളി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആളുകളൊക്കെയും 1000 ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോ പലർക്കും ചെറിയ രോഗമുണ്ടായി. അല്ലാഹുവേ, അസൂയ എന്ന രോഗത്തിൽ നിന്ന്, അഹങ്കാരം എന്ന രോഗത്തിൽ നിന്ന് മനുഷ്യ മനസ്സുകളെ നീ നന്നാക്കണേ റഹ്മാനേ. ഈ ഉമ്മത്തിനെ നീ യോജിപ്പിക്കണേ റഹ്മാനേ. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രസംഗിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് നീ നശിപ്പിക്കരുത് റഹ്മാനേ. ഒന്നിപ്പിച്ച് ശക്തിപ്പെടുത്തണേ റഹ്മാനേ.